നമസ്കാരം. ഇറാനിലെ പഴയ ഭരണ നേതൃത്വത്തെക്കാൾ തീവ്രമായ നിലപാടുകളുള്ള പുതിയ ഭരണകൂടമാണ് നിലവിൽ വന്നിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിക്കുമ്പോൾ ആ ഒരു ഭീകരത എത്രത്തോളമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. നിലവിൽ 40 ദിവസമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഇന്നലെ നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് IDF ഈ മുന്നറിയിപ്പ് നൽകിയത്. പഴയതിനേക്കാൾ കടുത്ത ശത്രുവിനെയാണ് തങ്ങളിപ്പോൾ നേരിടുന്നതെന്ന ഇസ്രായേലിന്റെ വിലയിരുത്തൽ മധ്യേഷ്യയിൽ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ നേതാക്കളാണ് പുതിയ ഭരണകൂടത്തിന്റെ പ്രധാന കരുത്ത്. മുൻ രാഷ്ട്രീയ നേതൃത്വത്തെ അപേക്ഷിച്ച് പ്രത്യയശാസ്ത്രപരമായി കൂടുതൽ കടുത്ത നിലപാടുകളാണ് ഇവർക്കുള്ളതെന്ന് ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ട്. തങ്ങൾ കൂടുതൽ കരുത്തരായി തിരിച്ചു വന്നുവെന്നും രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നെന്നുമാണ് മുജ്തബ ഖമേനി തന്റെ ആദ്യ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം മുജ്തബ ഖമേനി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം മുജ്തബ ഖമേനിയുടെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിലാണ് നടന്നതെന്ന്. അദ്ദേഹം തിരിച്ചടിക്കാനുള്ള എല്ലാ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 40 ദിവസമായി തുടരുന്ന യുദ്ധം ലോകത്തിന്റെ ഇന്ധന വിതരണത്തെയും പെട്രോ കെമിക്കൽ മേഖലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇറാനിൽ 1000-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായും ഏകദേശം 4000 ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഈ സംഘർഷത്തിനിടെ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സൈനിക ആസ്തികൾ നഷ്ടപ്പെടുകയും 2 സൈനികരെ രക്ഷിക്കാൻ ഇറാനിൽ അതിസാഹസികമായ ദൗത്യം നടത്തേണ്ടി വരികയും ചെയ്തു. വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും ശത്രു കൂടുതൽ ശക്തമായി മാറുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ചർച്ചയിലെ പ്രധാന കടമ്പ. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ തള്ളിയ വൈറ്റ് ഹൗസ് തങ്ങളുടെ 15 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആണവായുധ നിർമ്മാണത്തിനുള്ള നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് കർക്കശമായ നിലപാടിൽ തന്നെയാണ് അമേരിക്ക. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും ചർച്ചയെ സങ്കീർണമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറണമെന്നും ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ അമേരിക്ക ഇടപെടരുതെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് വിട്ടു നൽകുന്നത് ആഗോള ദുരന്തത്തിന് വഴിവെക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇസ്ലാമാബാദിലെ തെരുവുകളിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മധ്യസ്ഥന്റെ റോളിലാണ്. സമാധാന കരാറിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുകയും യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു നാഗരികത തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള വലിയ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫെബ്രുവരിയിൽ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിൽ ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ അശാന്തിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.